ഇപ്പോൾ ശശി തരൂരല്ല ഇത്തരത്തിലൊരു നിലപാട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. ശശി തരൂരിന് തൊട്ട് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു എന്ന് പറയേണ്ടത്. കാരണം പ്രണബ് മുഖർജി അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം RSSന്റെ കാര്യാലയത്തിലെത്തുകയും RSS സ്ഥാപകന്റെ സ്മൃതി മന്ദിരത്തിലെത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും വരെ ചെയ്ത തരത്തിലേക്ക് പ്രണബ് മുഖർജി അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ മാറ്റി. അപ്പം നാഷണലിസമാണ് അതിൻ്റെ DNA യിലുള്ളത്. തരൂരിന് മത്സരിക്കാൻ കൊടുക്കുന്നത് ഒരിക്കലും കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റല്ല മത്സരിക്കാൻ കൊടുത്തത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ഒരു സീറ്റാണ് തരൂരിന് മത്സരിക്കാൻ കൊടുത്തത്. അവിടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേച്ചർ വരികയും അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ വരികയും അദ്ദേഹത്തിൻ്റെ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു 15 വർഷകാലത്ത് സിറ്റിംഗ് സീറ്റായിട്ട് തിരുവനന്തപുരം പാർലമെൻറ്റ് നിൽക്കുന്ന. നമസ്കാരം. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി സമൂഹത്തോട് പറയാൻ പല രാഷ്ട്രീയ നേതാക്കളും തയ്യാറാവാറില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്ക് മുറിവേൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടി വരുന്നത് എങ്കിൽ പിന്നീട് അവരുടെ രാഷ്ട്രീയ ഭാവി തുലാസിലാവും. പക്ഷേ ശശി തരൂരിന് അതൊന്നും ബാധകമേ അല്ല. വ്യത്യസ്തമായാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ഇപ്പോൾ ഈ അടുത്ത നാളുകളിലെ നീക്കങ്ങളും പ്രസ്താവനകളും ഒക്കെ. എന്താണ് തരൂർ കണക്കുകൂട്ടിയിരിക്കുന്നത്? എനിക്കിപ്പം BJP നേതാവ് യുവരാജ് ഗോകുലുണ്ട്. ഇപ്പോൾ യുവരാജ്, സ്വാഗതം. നമസ്കാരം. തരൂര് ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ തരൂരിൻ്റെ പ്രസ്താവനകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സർവേ റിപ്പോർട്ട് വന്നു ഒക്കെ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ വന്നത് അടിയന്തരാവസ്ഥയെ വളരെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ലേഖനവും വന്നിരിക്കുന്നു. എന്താണ് തരൂർ ഉദ്ദേശിക്കുന്നുണ്ടാവുക? അല്ല, ബേസിക്കലി എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ അങ്ങനെ ഒരുപാട് നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് നാഷണലിസം അതിൻ്റെ DNA യിലുള്ളൊരു പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി, സർദാർ വല്ലഭായ് പട്ടേൽ, അതിനു മുമ്പ് ഗോപാലകൃഷ്ണ ഗോഖലെ, അങ്ങനെ തുടങ്ങിയ ഒരു വലിയ നിര നേതാക്കളുടെ ഒരു ഇതുണ്ട്. എല്ലാവരും തന്നെ വലിയ നാഷണലിസ്റ്റുകളായിരുന്നു. അതിൻ്റെ ഏറ്റവും അവസാനത്തെ കണ്ണി ഒരു പരിധിവരെ പ്രണബ് കുമാർ മുഖർജി ആയിരിക്കും. ഇപ്പോൾ ശശി തരൂരല്ല ഇത്തരത്തിലൊരു നിലപാട് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത്. ശശി തരൂരിന് തൊട്ട് മുമ്പ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രണബ് കുമാർ മുഖർജി ആയിരുന്നു എന്ന് പറയേണ്ടത്. കാരണം പ്രണബ് മുഖർജി അവസാന കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രപതി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം RSSന്റെ കാര്യാലയത്തിലെത്തുകയും RSS സ്ഥാപകന്റെ സ്മൃതി മന്ദിരത്തിലെത്തുകയും അവിടെ പുഷ്പാർച്ചന നടത്തുകയും വരെ ചെയ്ത തരത്തിലേക്ക് പ്രണബ് മുഖർജി അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങളെ മാറ്റി. അപ്പം നാഷണലിസമാണ് അതിൻ്റെ DNA യിലുള്ളത്. മോഡേൺ കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ശേഷമുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ സോണിയാഗാന്ധി മുതൽ തുടങ്ങി വരുന്ന പുതിയ നിര കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്, പർട്ടിക്കുലർലി രാഹുൽ ഗാന്ധി കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ അവർ JNU ക്യാമ്പസിലെത്തി ടുക്കടെ മുദ്രാവാക്യം വിളിക്കുന്ന തലത്തിലേക്ക് വരെ ഒരു ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു കോൺഗ്രസ്സാണ് അവിടെ ഉള്ളത്. ഈ ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ദേശീയ കാഴ്ചപ്പാടുകളുള്ള ദേശീയ ചിന്താഗതിയുള്ള നേതാക്കൾക്ക് നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ പുറത്തു ചാടും ചില അവസരങ്ങളിൽ. ഇപ്പോൾ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ മുതൽ, പഹൽഗാമിൽ തുടങ്ങി ഓപ്പറേഷൻ സിന്ദൂർ മുതൽ ശശി തരൂരിൽ അത് വളരെ ഓപ്പണായിട്ട് പുറത്തു വരികയാണ്. കാരണം ഭാരതം അത്രയും വലിയ ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിൽ ഒരു നാഷണലിസത്തിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറയുന്ന വേദിയിൽ അങ്ങനെയൊന്നും ഷൈ ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ ബാക്ക് ചെയ്യാൻ അവരെ കൊണ്ടൊന്നും സാധിക്കില്ല. അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന സാധനം പുറത്തേക്ക് അവിടെ മുതൽ തുടങ്ങുന്ന ഒരു റിഫ്റ്റാണ്. ആ റിഫ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അടിയന്തരാവസ്ഥ വിഷയം വരെ വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ശശി തരൂർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 70 വയസ്സ് ആകുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെയധികം അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം 2009 പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത്, ഏതാണ്ട് 54 വയസ്സിൽ അദ്ദേഹം പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത് അദ്ദേഹം വളരെ ഒരു ഇന്റർനാഷണലി അറിയപ്പെടുന്ന ഒരു ഫിഗറായിട്ടാണ് അദ്ദേഹം വരുന്നത് ഇവിടെ. അതിനുശേഷമുള്ള കഴിഞ്ഞ ഒരു 16 വർഷം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 15 വർഷം എടുത്തു കഴിഞ്ഞാൽ ശശി തരൂർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമല്ല, അദ്ദേഹം ഒരു MP മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ്, അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ജിയോ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ, അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന മേഖലകൾ, അതൊന്നും അദ്ദേഹത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെയും രാജ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു സ്റ്റാൻഡിൽ പോകുന്ന സമയത്ത് തനിക്ക് രാഷ്ട്രത്തിന് വേണ്ടി കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ ഗോകുൽ പറഞ്ഞ പോലെ തന്നെ വളരെ സീനിയോറിറ്റിയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വിശ്വപൗരൻ അങ്ങനെ തന്നെ വേണം അല്ലേ പറയാൻ തരൂരിനെ. ആ തരൂരിന് വേണ്ട സ്ഥാനങ്ങൾ നൽകാൻ അത് തയ്യാറായിട്ടില്ല കോൺഗ്രസ്. രാഷ്ട്രീയം എടുത്തു നോക്കിയാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് കഴിവനുസരിച്ച് ആരാണോ കൂടുതൽ മാറ്റി നിർത്തലല്ല വേണ്ടത്. നടക്കുന്നത് മിക്ക പാർട്ടിയിലും നടക്കുന്നത് അത് തന്നെയാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് തരൂർ അല്ലേ. അതിൻ്റെ തുറന്നു പറച്ചിലുകളൊക്കെ ആയിരിക്കണം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞു വന്നത്. അതായത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അറിയാലോ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്. പല സിറ്റുവേഷനും കാണുന്ന സമയത്ത് അദ്ദേഹത്തിനോ എനിക്ക് ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു സാഹചര്യം മാത്രമല്ല ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ മുംബൈ ഭീകരാക്രമണം ഉണ്ടാവും, അതിനുശേഷം ഉണ്ടാകുന്ന ഒന്നാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും, രണ്ടാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് തരൂർ അകത്തേക്ക് വരുന്നതെങ്കിൽ പോലും അതിനുശേഷം കോൺഗ്രസ് എന്ന നിലപാടെടുത്തത് 160-ലധികം സിവിലിയൻസ് കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു അറ്റാക്കാണ്. അതിനുശേഷം എന്താ നിലപാടെടുത്തത്? പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ത്യയുടെ 5 സൈനികരുടെ തല അറുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താണ് നമ്മുടെ ഗവൺമെന്റ് ചെയ്തത്? പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ആ കാലഘട്ടത്തിൽ. അപ്പോൾ അദ്ദേഹം അന്ന് മുതൽ ഒരു പക്ഷേ വെയിറ്റിംഗ് ആയിരിക്കും, ഒരു കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒരിക്കലും കരുതുന്നില്ല ഇപ്പോൾ JNUവിനകത്ത് കയറി ടുക്കടെ മുദ്രാവാക്യം വിളിച്ച ആൾക്കാരെ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സമീപനമായിരിക്കും ശശി തരൂർ എടുക്കുക എന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാടുകൾ അത്തരത്തിലേക്ക് മാറുന്ന സമയത്ത് തരൂരിനെ പോലെ ഒരാൾക്ക് അകത്ത് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് കാലാകാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമുക്ക് കഴിഞ്ഞ 2 ടേമിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് ഒപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ളത്. കഴിഞ്ഞ 2 ടേമിൽ ആരായിരുന്നു കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പേര് ചോദിച്ചാൽ ആർക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മുടെ ഓർമ്മയിൽ ഇല്ല. ഇപ്പോൾ UPA സർക്കാരിന്റെ കാലത്തെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജാണ്, എല്ലാവർക്കും അറിയാം. കാരണം സുഷമാജി ആ രീതിയിലായിരുന്നു പാർലമെന്റിനകത്ത് പെർഫോം ചെയ്തിരുന്നത്. കോൺഗ്രസിന്റെ 2 ടേമുകളിലെയും പാർലമെന്ററി പാർട്ടി ലീഡർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90% ഇന്ത്യൻസിനും പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തരൂരിനെ അത്തരത്തിലൊക്കെ അവർക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, മുതിർന്ന നേതാക്കൾ പറയുന്നത്, തലപ്പത്തുള്ളവരൊക്കെ പറയുന്നത് തരൂരിന് വേണ്ട സ്ഥാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. 4 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം സഹമന്ത്രിയായി ഒക്കെയുണ്ട്. അത് പോരെ എന്നാണ് അവരുടെ ചോദ്യം. അല്ല, അതിനകത്ത് ഒരു വലിയ വിഷയമുണ്ടോ? കാര്യം വെച്ചാൽ തരൂരിന് മത്സരിക്കാൻ കൊടുക്കുന്നത് ഒരിക്കലും കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് അല്ല മത്സരിക്കാൻ കൊടുത്തത്. ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ഒരു സീറ്റാണ് തരൂരിന് മത്സരിക്കാൻ കൊടുത്തത്. അവിടെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേച്ചർ വരികയും അദ്ദേഹം ഒരു വിശ്വപൗരൻ എന്നുള്ള നിലയിൽ വരികയും അദ്ദേഹത്തിൻ്റെ പാർട്ടി വോട്ടുകൾക്ക് അപ്പുറത്തുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് ക്യാച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒരു 15 വർഷകാലത്ത് സിറ്റിംഗ് സീറ്റായിട്ട് തിരുവനന്തപുരം പാർലമെന്റ് നിൽക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. അപ്പോൾ തരൂർ അല്ലാതെ മറ്റൊരാളാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ അത്ര ഈസി ആയിട്ട് അവർക്ക് കയറി. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ ക്ലോസ് ഫൈറ്റാണ് വന്നത്. അപ്പോൾ തരൂരിന് കിട്ടുന്നതായിട്ടുള്ള ചില വോട്ടുകളുണ്ട്, ചിലപ്പോൾ BJPക്ക് വരാൻ പൊട്ടൻഷ്യലായിട്ടുള്ള വോട്ടുകളായിരിക്കും. തരൂരായതുകൊണ്ട് മാത്രം തരൂരിന് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്ന തലത്തിലുള്ളതാണ്. അപ്പോൾ തരൂരിൻ്റെ ഒരു സിഗ്നേച്ചർ വിജയങ്ങളിലുണ്ട്. നമുക്ക് അങ്ങനെ അങ്ങ് പരിപൂർണമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അവരെന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ MP സീറ്റ് മത്സരിക്കാൻ കൊടുക്കുന്നുണ്ട്. മത്സരിച്ച് ജയിക്കുന്നത് കൊണ്ട് അദ്ദേഹം MP ആകുന്നുണ്ട്. അല്ലാണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ട് നമ്മളിത് കൊടുത്തതാണ് എന്ന് പറയുന്നൊന്നുമല്ലല്ലോ. അപ്പോൾ അദ്ദേഹം MP ആവുന്നു, ശരിയാണ്, അത് വലിയൊരു കാര്യം തന്നെയാണ്. ചെറുതായിട്ടൊന്നും ഞാൻ കാണുന്നത് എന്നല്ല. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് അതിലേക്ക് മാത്രം, അതാണ് ഞാൻ പറഞ്ഞു, ഒരു 50-54 വയസ്സ് വരെ ജിയോ പൊളിറ്റിക്സിൽ ഇത്രയും വലിയൊരു ഫിഗറായിട്ട് മാറിയിരുന്ന ഒരാൾ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി കഴിയുമ്പോൾ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്നതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാവുമല്ലോ.